കഥയിൽ അതിശയ കാഴ്ചകളുടെ വിസ്മയമൊരുക്കി ഇതാ റെഡ് കാർപ്പറ്റ്. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് റെഡ് കാർപ്പറ്റ്. നമ്മൾ സ്വാഗതം ചെയ്യാൻ പോകുന്ന നമ്മുടെ പ്രതിഭയായ അതിഥി ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? മലയാള തനിമയുള്ള ഒരു അഭിനേത്രി, മലയാളികളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ട്രസ് ചിപ്പി രഞ്ജിത്ത്. അപ്പൊ ചേച്ചി, എന്തുണ്ട് വിശേഷം? എല്ലാം സുഖമായി പോകുന്നു അല്ലേ? എല്ലാം നന്നായി. ആ ഒരു പാട്ടിലൂടെ ആ പാട്ട് കേൾക്കുമ്പോൾ ചിപ്പി ചേച്ചി ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാൻ തന്നെ ഭയങ്കര ഒരു ഐശ്വര്യമായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മള് ഈ ഒരു പാട്ട് ഇപ്പം വിഷ്വൽ കണ്ടില്ലെങ്കിൽ പോലും ഈ പാട്ട് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന മുഖം ചേച്ചിയുടെയാണ്. ചിപ്പി എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. 2000-ലാണ്. പക്ഷേ വർഷമായി. എത്ര വർഷം? 21 years. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു ഇപ്പോഴത്തെ ആൾക്കാർക്കും ഒക്കെ ഈ പാട്ടിനോടുള്ള ഒരു ഇഷ്ടം. അത് അന്ന് തൊട്ടൊരു എവർഗ്രീൻ സോങ് എന്ന് പറയുന്നത്. അതെ, ഇത് വിഷ്വൽ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഈ പാട്ട് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോഴാണെങ്കിലും വിചാരിച്ചിരുന്നു ഇത് ഇങ്ങനെ എക്കാലത്തെയും ഒരു എവർഗ്രീൻ സോങ്? വിചാരിച്ചില്ല, പക്ഷെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സോങ് എന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഈ പടം കമ്മിറ്റ് ചെയ്യുന്ന ശശി അങ്കിള് വന്നിട്ട് ഡയറക്ടർ ശശി പരവൂർ. അപ്പൊ വീട്ടില് വന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോ എനിക്ക് പാട്ടിന്റെ കാസറ്റ് ആണ് അന്ന് തന്നത്. അന്ന് കാസറ്റ്. അപ്പൊ ഇത് തന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, കേട്ട് നോക്കൂന്ന് പറഞ്ഞു. അപ്പൊ കേട്ടപ്പോഴേ നമ്മൾ പറഞ്ഞു എന്ത് രസമായിരിക്കും പാട്ട് പറഞ്ഞിട്ട്. അതായത് ഞാനും ചിപ്പി ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു പാട്ടോട് കൂടി എന്റെ ലൈഫ് തന്നെ മാറിപ്പോയി, ഒത്തിരി ചേഞ്ചുകൾ. ഇപ്പൊ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇത് എന്റെ ലാസ്റ്റ് മൂവിയും ആയിരുന്നു. കാറ്റ് വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ലാസ്റ്റ് മലയാളത്തിൽ ചെയ്ത മൂവിയായിരുന്നു. ചേച്ചി അടുത്ത കാലത്ത് എങ്ങാനും ഈ പാട്ട് കണ്ടോ അല്ലെങ്കിൽ കേട്ടോ? പാട്ട് എനിക്ക് ഒരുപാട് പേര് ഫോർവേഡ് ചെയ്ത് തരാറുണ്ട്. ഇപ്പൊ അതെ, ഇപ്പൊ എല്ലാരും ഈ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഒക്കെ വരുമ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും ഈ പാട്ടാണ്. അതുപോലെ തന്നെ ഇതിനെ കുറെ പേര് ട്രോളും ആക്കിയിട്ടുണ്ട്. അതായത് ഇൻ എ ഗുഡ് വേ. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വരുമ്പോ അയ്യോ കാറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞു, മഴയൊക്കെ വന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പൊ രണ്ട് രീതിയിലും ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടും കൂടിയാണ്. നമുക്ക് എന്തായാലും ആ പാട്ടൊന്ന് കേട്ടാലോ? കേൾക്കാലോ. ആരും വേറെ കേൾപ്പിച്ചു തരാനില്ല, ചേച്ചി തന്നെ പാടിയിട്ട് ചേച്ചി തന്നെ കേൾക്കണം. ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു കാര്യം പറയാം. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം എന്റെ സൗണ്ട് വളരെ ബോറാണ്. കാരണം ഇപ്പൊ നിങ്ങൾ ഭയങ്കര രസമായിട്ട് ചിത്ര ചേച്ചി പാടിയത് ഇട്ടു. അതെ, ഇത് കഴിഞ്ഞിട്ട് നമ്മള് സമ്മതിക്കുന്നു ചിത്ര ചേച്ചി അസാധ്യമായിട്ട് പാടിയൊരു പാട്ടാണ്, നമ്മൾ സമ്മതിക്കുന്നു. ചിപ്പി ചേച്ചി അസാധ്യമായിട്ട് അഭിനയിച്ച ഒരു പാട്ടാണ്. അപ്പോൾ അഭിനയിക്കുന്ന ഒരാൾക്ക് ഒരു പാട്ട് പാടാൻ ഒരു അവസരം കൊടുക്കണ്ടേ? നമ്മള് എല്ലാവരും പാട്ടുകാരുകളാവണമെന്നില്ലല്ലോ. നമ്മള് ഒരു കാര്യം പറഞ്ഞോളൂ. രണ്ടാമത്തെ കാര്യം എനിക്ക് ചെറുതായിട്ടൊരു കോൾഡ് ഉണ്ട്, ചുമ. അപ്പൊ നാല് വരി പാടുമ്പോ ഐശ്വര്യമായിട്ട് ആ ചുമയങ്ങ് ശ്വാസിക്കാൻ കൂടെ പാടുകയാണെങ്കിൽ ഞാൻ ഒന്ന് ട്രൈ. ഞാന് കൂടെ ഉണ്ടല്ലോ. കാറ്റേ നീ വീശരുതിപ്പോ, കാറേ നീ പെയ്യരുതിപ്പോ, ആരോമൽ തോണിയിലെന്റെ ജീവന്റെ ജീവനിരിപ്പു. കാറ്റേ നീ വീശരുതിപ്പോ, കാറേ നീ പെയ്യരുതിപ്പോ, ആരോമൽ തോണിയിലെന്റെ ജീവന്റെ ജീവനിരിപ്പു. ആരോമൽ തോണിയിലെന്റെ ജീവന്റെ ജീവനിരിപ്പു. താങ്ക് യു ചേച്ചി, താങ്ക് യു. ഇത് ട്രോളായിട്ട് വന്നാൽ ഞാനിങ്ങ് നേരെ വരും. ഇത് ട്രോളായിട്ട് നമ്മൾ പ്രൊഡ്യൂസർ സാറിനെ കാണണം, കണ്ടിട്ട് 2 ഇടി കൊടുക്കണം. കാരണം അദ്ദേഹമാണ് പറഞ്ഞത് ഉറപ്പായിട്ട് ചിപ്പി പാടിക്കോ, ഞാനുണ്ട് കൂടെ. നമുക്കൊരു ഗെയിമും കൂടി കളിച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോകാം. ഗെയിം കളിക്കാൻ തൊണ്ട പ്രശ്നമില്ലല്ലോ. ഇതൊരു വിഷ്വൽ ഗെയിമാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരും, അതെന്താണെന്ന് ചേച്ചി നോക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരണം. ഞാനത് ഐഡന്റിഫൈ ചെയ്യുക, ചേച്ചി ജയിക്കും. ചേച്ചി ജയിച്ച് ഞങ്ങൾ വെറും കൈയോടെ വിടില്ല, ചേച്ചിക്ക് സമ്മാനമുണ്ട്. അതെ, ആ ഒരു ജയത്തിന് നമ്മളൊരു അംഗീകാരം നൽകും. റെഡിയല്ലേ? അപ്പൊ ഉഴപ്പരുത്, അഭിനയിക്കാം കേട്ടോ. കൃഷ്ണൻ, കൃഷ്ണൻകുട്ടി, കൊച്ചു കൃഷ്ണൻ, ഉണ്ണിക്കണ്ണൻ, കൊച്ചു കൃഷ്ണൻ, കൃഷ്ണൻ, കുട്ടി കൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ. ചേച്ചിയുടെ സിനിമ. ഉണ്ണികൃഷ്ണനും ചേച്ചിയുടെ സിനിമയും ഏതാണ്? അയ്യോ, ആലോചന.
ഞാൻ ആലോചിച്ചു, സോറി. ഉണ്ണികൃഷ്ണൻ, ഗ്ലാസ്, കുപ്പി, പൈൻഡ. എനിക്ക് കാണിക്കേണ്ടി വരും. ഓ ഇത് വേർഡാണ്. സി സി CI CID ഉണ്ണികൃഷ്ണൻ. അടിപൊളി അടിപൊളി. CID ഉണ്ണികൃഷ്ണൻ. അതിനെന്തെങ്കിലും പോലീസ് ഇതൊക്കെ കാണിച്ചാൽ പറയില്ലായിരുന്നു. ഓ CID ഉണ്ണികൃഷ്ണൻ, അതാണ് നമ്മുടെ. അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു. ഇത് പറഞ്ഞപ്പോ ഞാനൊന്ന് തെറ്റിദ്ധരിച്ചു. അത് എന്റെ സ്വഭാവത്തിന്റെ കുഴപ്പം. അത് ചേച്ചി വിചാരിച്ചാൽ മതി. അടുത്ത നമുക്ക് നോക്കാം. സിനിമയാണോ? സിനിമയാണ്. സിനിമയാണ്. വഴി, റോഡ്, തോട്, 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 വഴി, ഒഴുകുന്ന തോട്, തോടിന്റെ വേറെ, പുഴ, പുഴ, ഇന്ന്. അടിപൊളി. അങ്ങനെ വരട്ടെ. ഈ പുഴയും കടന്ന്. അതെ, ചേച്ചി ഇങ്ങനെ പണിയെടുക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ പെട്ടെന്നാണ് എന്റെ സമ്മാനം എന്ന് ഓർത്തപ്പോ എഴുന്നേറ്റ് പോയി. ഈ പുഴയും കടന്ന്. നിങ്ങള് 3 പേര് അഭിനയിച്ചു. രണ്ട് ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അടിപൊളി. വിജയശ്രീ ലാളിതയായി നിൽക്കുകയാണ്. ഇതേതാണ്? ഇത് ഭയങ്കര രസമുള്ള സിനിമയാണ്. രസമുള്ള സിനിമയാണ്. ഭയങ്കര രസമുള്ള ലൊക്കേഷൻ ആയിരുന്നു. മീശ, മമ്മുക്ക, മമ്മുക്ക. ഓ മമ്മുക്ക കുറെ അനിത്യമാർ. ഹിറ്റ്ലർ. ശരി, കറക്റ്റ്. 1 കുട്ടി, വാവ, വാവ, കുഞ്ഞ്. വാവ തന്നെയാണോ? കണ്ണ്, കൺമണി, ആദ്യത്തെ കൺമണി. അടിപൊളി അടിപൊളി. ആദ്യത്തെ കൺമണി. സൂപ്പർ. അപ്പൊ എന്തായാലും ചിപ്പി ചേച്ചി എല്ലാം നല്ല ഗംഭീരമായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് അഭിനയിച്ച് കാണിച്ചു തന്നു. അതുകൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യം വന്നില്ല. അപ്പൊ സമ്മാനം ഇവിടെ റെഡിയാണ്. എനിക്ക് ഉറപ്പാണ് ചിപ്പി ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം അങ്ങനെയാണ് അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു. നമ്മുടെ സ്വയംവര സിൽക്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. അപ്പൊ ഉറപ്പായിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സാരി ഒക്കെ എടുക്കാലോ അല്ലേ? അപ്പൊ ഈ ഗെയിമിൽ ജയിച്ചതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഐശ്വര്യമായിട്ട് ഈ സമ്മാനം ഏറ്റു വാങ്ങാം. അടിപൊളി. അപ്പൊ നല്ല സാരി കൊടുത്ത് ഫോട്ടോ എടുത്ത് അയച്ചു തരണം കേട്ടോ. യെസ്. എനിക്ക് തോന്നുന്നു കുറെ നാളിന് ശേഷമാണെന്ന് തോന്നുന്നില്ല ഒരു TV ഷോയിൽ ഇതുപോലെ ഒരു ഇങ്ങനത്തെ ഒരു ഷോയിൽ വന്നിരിക്കാനും ഗെയിം കളിക്കാനും ഒക്കെ ചെയ്യുന്നത് അല്ലേ? ഭയങ്കര മടിയാണ്. പക്ഷെ ഈ പുഴയും കടന്നില് ആവേശം കയറി അങ്ങ് മടിയൊക്കെ മാറ്റി വെച്ചു. ഇനിയും ഒരുപാട് ചടങ്ങുകൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ പെർഫോമർ ആരാണെന്ന് അറിയാം. അവരെ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു വിഷ്വൽ ഉണ്ട്, അതൊന്ന് കാണാം. അതിശയ. ഞാൻ പാലക്കാട് ജില്ലയിലെ അക്കുക്കുളിർ എന്ന ഗ്രാമത്തിലാണ് എൻ്റെ വീട്. ഞാൻ ഡിപ്ലോമ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനി കൂടിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ കഞ്ചിക്കോട് റോയൽ എന്ന കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഡാൻസ് വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ ആഗ്രഹിച്ച ഒരു ഡാൻസ് ഫോം പഠിക്കാനുള്ള ഫെസിലിറ്റി എൻ്റെ നാട്ടിലില്ലായിരുന്നു. അങ്ങനെ തന്നെ എൻ്റെ ഡാൻസ് ടീച്ചറുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായ കുക്കുച്ചേട്ടൻ വഴിയാണ് എറണാകുളത്തുള്ള ഡാൻസ് ക്രൂവിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. കളിക്കാൻ പോകുന്ന ഡാൻസിൻ്റെ പേരാണ് സ്വെല്ലർ. ഇത് ഓസ്ട്രേലിയൻ ഡാൻസ് ഫോമാണ്. ഇതിന് മറ്റൊരു പേരാണ് ക്രിസ്റ്റൽ സ്കൈ ഫ്ലവർ ഡാൻസ്. എന്ന് വെച്ചാൽ ഒരു സർക്കിളിനുള്ളിൽ തന്നെ സ്പിൻ ചെയ്ത് കളിക്കുന്നതാണ് ക്രിസ്റ്റൽ ഡാൻസ്.
എക്സാമ്പിളായിട്ട് തനൂറ, സൂഫി ഡാൻസ് ഇതൊക്കെയാണ്. ഇതിൻ്റെ മറ്റൊരു പാറ്റേൺ ആയിട്ടാണ് ക്രിസ്റ്റൽ സ്കൈ ഫ്ലവർ ഡാൻസ് എന്ന് പറയുന്നത്. എൻ്റെ അച്ഛൻ പേര് ആണ്ടവൻ, ഓട്ടോ ഡ്രൈവറാണ്. ഇതെൻ്റെ അമ്മ ബിന്ദു, കഞ്ചിക്കോട് കിൻഫ്രിയിൽ വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ അനിയൻ +2 വിദ്യാർത്ഥിയാണ്. ഇനി ഒരാളും കൂടിയുണ്ട്, അവൻ സേലത്ത് വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ ഏട്ടൻ പഠിക്കുകയാണ്. ഇത് ആൻറ്റിയുടെ മോൻ, കസിൻ സിസ്റ്റർ. റെഡ് കാർപ്പറ്റിൽ നമ്മുടെ ഇന്നത്തെ അതിഥി എന്ന് പറഞ്ഞാൽ ശരിക്കും ആ പേര് തന്നെ കണ്ടില്ലേ, ക്രിസ്റ്റൽ സ്കൈ ഫ്ലവർ ഡാൻസ് ഫോം. അത് എനിക്ക് ഭയങ്കര പുതുമയുള്ള ഒരു കാര്യമാണ്. ചേച്ചിക്കും അങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ തോന്നൽ. ഒരുപാട് പ്രേക്ഷകർക്കും അങ്ങനെ ആയിരിക്കും. അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ആ പ്രതിഭയെ വിളിച്ചിട്ട് നമുക്ക് നേരിട്ട് ചോദിക്കാം അല്ലേ? അപ്പൊ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അതിശയ. അതിശയയുടെ പേര് പോലെ തന്നെ അതിശയിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ആയിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അല്ലേ? ആ ക്രിസ്റ്റൽ സ്കൈ ഫ്ലവർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര അതിശയിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് അതിന്റെ ഒരു എന്താ പറയാ രൂപരേഖ എന്താണ്? ഇത് ഓസ്ട്രേലിയയിലാണ് കൂടുതലായിട്ട് കളിക്കുന്നത്. അതിന്റെ പേരെന്ന് പറഞ്ഞാൽ സ്വെല്ലർ. ഇവിടെ എന്ന് പറയുമ്പോൾ ക്രിസ്റ്റൽ സ്കൈ ഫ്ലവർ ഡാൻസ്. ഇവിടെ ഓൾറെഡി ഉള്ളതാണോ അത്? ഇവിടെ കുറവാണ് ഈ ഡാൻസ് കളിക്കുന്നവർ, കുറച്ച് ടീമുകാർ മാത്രമേ ഇവിടെ കളിക്കുന്നുള്ളൂ ഈ ഡാൻസ്. അതിലും സ്ത്രീകൾ വളരെ അതെ, ഈ ഡാൻസ് കൂടുതലായിട്ട് ഗേൾസ് മാത്രമേ കളിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടില് ആരാ ഇതിനെ പഠിപ്പിക്കുന്നത്? ആരാണ്? മാസ്റ്റർ ഉണ്ട്. 3 വർഷം അല്ലേ? ഓക്കെ. ആൻഡ് വേറെ എന്തൊക്കെയാണ്? വേറെ ഡാൻസും കാര്യങ്ങളും അല്ലാതെ വേറെ എന്തൊക്കെയാണ്? ഞാൻ പഠിക്കുന്നുണ്ട്, ഡിപ്ലോമ പാലക്കാടാണ്, PGDCA. അതിന്റെ ഒപ്പം തന്നെ ചെറിയൊരു വർക്ക് ചെയ്യുന്നുണ്ട് കഞ്ചിക്കോട്, ഒരു സൂപ്പർവൈസർ ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഡാൻസും. അപ്പൊ ഇതെല്ലാം മാനേജ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവാണ്. ഒരു എപ്പോഴെങ്കിലും ഇങ്ങനെ എന്താ പറയാ, എനിക്കിങ്ങനെ ഒരു പുതുമയായിട്ടുള്ള ഒരു കാര്യം ചെയ്യണം, അത് ഓൾറെഡി മൈൻഡിലുള്ള ഒരു കാര്യം ആയിരുന്നോ? അങ്ങനെയാണോ പെട്ടെന്ന് മാസ്റ്റർ പറഞ്ഞപ്പോൾ ഇതിലേക്ക്? എനിക്ക് ഡാൻസ് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, വലിയ താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഡാൻസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ഡാൻസ് എനിക്ക് കളിക്കാൻ പറ്റുന്നു. പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാം പെട്ടെന്ന് വളരെ സംഭവിച്ചൊരു അതിശയമാണ് അതിശയ്ക്ക്. ചേച്ചിയുടെ എന്താ ചിപ്പി ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ? ഒരുപാട് സിനിമ അഭിനയിച്ചിട്ടുണ്ട് ചിപ്പി ചേച്ചി. അതെ, അതിൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാതയത്തിൽ തന്നെയാണ്. എന്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു പാതയത്തില് ഹരിത എന്നുള്ള ക്യാരക്ടർ. നമുക്ക് എന്താ പറയാ, നമ്മൾ പറയില്ല, ആദ്യത്തെ നമ്മള് ഒന്നും അറിയാതെ നമ്മൾ ചെന്ന് വന്ന് ചെയ്തിട്ട് നമുക്ക് ഭയങ്കര അപ്രീസിയേഷൻ കിട്ടുന്നതാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ചിപ്പി ചേച്ചി ഡാൻസ് എല്ലാം കളിക്കോ? ഇല്ല, കുറവാണെന്നേ ഉള്ളൂ. ഒത്തിരി വർഷമായി, ഒത്തിരി നാളായി ചെയ്തിട്ട്. പിന്നെ ആരാ വന്നിരിക്കുന്നത് പറഞ്ഞ? മാസ്റ്റർ ഇവിടെ വന്നിട്ടില്ല, പുറത്താണ്. അതെ. മാസ്റ്ററിന്റെ പേരൊന്ന് പറഞ്ഞോളൂ. വിപിൻ വർഗീസ്. ഓക്കെ. അപ്പൊ എന്തായാലും മാസ്റ്ററിന്റെ ആ ഒരു ഐഡിയ, വിപിൻ വർഗീസ് മാസ്റ്റർക്ക് ഒരു നല്ല സ്റ്റുഡന്റിനെ കിട്ടിയിരിക്കുകയാണ്. ആ കുട്ടി ഇതാ ഇവിടെ വന്ന് പെർഫോം ചെയ്യാൻ പോവാണ്. സോ നമ്മളെല്ലാരും എക്സൈറ്റഡ് ആണ്. അതെ, കാണാം നമുക്ക് ക്രിസ്റ്റൽ സ്കൈ ഫ്ലവർ ഡാൻസ്. റെഡി?
സൂപ്പർ ആയിരുന്നു. ഇതൊരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് കാണുന്നത്, പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേച്ചി വരൂ, നമുക്ക് നമ്മുടെ അതിശയനെ നമുക്ക് അങ്ങ് അഭിനന്ദിക്കണം. വളരെ നന്നായിട്ടുണ്ട്. വളരെ നന്നായിട്ട്. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു കുറേ പ്രേക്ഷകർ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു പ്രോഗ്രാം റെഡ് കാർപ്പറ്റിലൂടെ കാണുന്നത്. സോ അതിശയ എന്താ പറയാനുള്ളത്? സന്തോഷമുണ്ട് ഈ ഒരു സ്റ്റേജിൽ കളിച്ചതിന്. സോ മാസ്റ്റർ, താങ്ക് യു സോ മച്ച്. ഈ ഒരു ഐഡിയ അതിശയെ കൊണ്ട് ചെയ്യിപ്പിച്ചതും ഇവിടെ വന്നത് പെർഫോം ചെയ്തതും ഇതെല്ലാം പാട്ടൊക്കെ മിക്സ് ചെയ്ത് മാസ്റ്റർ തന്നെയായിരിക്കും അല്ലേ? ഓക്കെ, സോ മാസ്റ്റർക്കും വലിയൊരു കയ്യടി. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് പെർഫോമൻസുകൾ ഈ ഒരു ആർട്ട് ഫോമിൽ തന്നെ ഒരുപാട് വേരിയേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടെത്താനും പെർഫോം ചെയ്യാനും ഒക്കെ പറ്റട്ടെ. ചേച്ചി, നമുക്കൊരു ചെറിയ സമ്മാനം കൊടുക്കാലോ? റെഡി? ഓക്കെ. സ്വയംവര സിൽക്സ് നൽകുന്ന 2 ഗിഫ്റ്റ് വൗച്ചറും കൂടി നമ്മുടെ അതിശയിക്കുണ്ട്. അതും ചേച്ചീനെ കൊടുക്കുന്നു. വലിയൊരു കൈയടി. യെസ്.